Hey hello guys, welcome back to our YouTube channel. It's my creations. അപ്പോൾ ദാ ഞങ്ങൾ കസിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അവിടെ ഉത്സവം കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ പിന്നെ ഒരു ഈവനിങ് വ്ളോഗൊക്കെ എടുക്കാമെന്ന് കരുതി ദാ അപ്പോൾ പോകുന്ന വഴിയാണ്. ഞങ്ങൾ ബസ്സിലാണ് ഇരിക്കണം. അമ്മേനെത്തിയും പിറകിലൊക്കെ ഉണ്ട്. അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ ദാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ താ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വഴിക്കുളങ്ങര വഴിയിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നടന്നിട്ട് വേണം അങ്ങോട്ട് ചിറ്റയുടെ വീട്ടിലോട്ട് എത്താനായിട്ട്. അപ്പോൾ അതാ അമ്മയാണ് അനിയത്തിയൊക്കെ ഫ്രണ്ടിലോട്ട് നടക്കുന്നുണ്ട്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്, എന്താണെന്ന് മര്യാദ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. ഇതാ അവസാനം വഴിയിലോട്ട് എത്തിയപ്പോഴത്തേക്കും ഞാനും അനിയനും ബാക്കിൽ, അമ്മയും അനിയത്തിയും ഫ്രണ്ടിലോട്ട്. അങ്ങനെ താ ഞങ്ങൾ നടന്ന് ചിറ്റയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ചിറ്റപ്പം വാതിലൊക്കെ തുറക്കുന്നുണ്ട്. മാക്സിമം അത്യാവശ്യം കുറച്ച് പേര് എത്തിയിട്ടുണ്ടായി. ഇനിയും കുറേ പേര് വരാനുണ്ട്. ഇനി വൈകുന്നേരം അമ്പലത്തിലൊക്കെ പോകാനുണ്ട് ഉത്സവത്തിന്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ കൂട്ടുന്നുണ്ടെന്ന് തോന്നുന്നു ചിറ്റ. വെള്ളമൊക്കെ എടുത്ത് അനിയമാവേ വെള്ളം കുടിച്ചു കഴിഞ്ഞാ അങ്ങനെ ആ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കസിൻസ് ഇനിയും വരാനുണ്ട്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആ നേരം കൊണ്ട് ക്രിക്കറ്റൊക്കെ കളിക്കാമെന്ന് കരുതി അങ്ങനെ ദേ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴേക്കും ചേട്ടനൊക്കെ ജോലിയും കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ വിളക്ക് കഴിഞ്ഞ് കളിക്കണ്ട്. ഇനി ബാക്കിയുള്ള കസിൻസും കൂടി വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞ് റെഡിയായൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിലോട്ട് പോകണം. അങ്ങനെ ഞങ്ങളുടെ ജിംബ്രൂട്ടിനെ കൂട്ടിലടച്ചിട്ടേക്കാനാണ്. വാവ ജിംബ്രു ഇങ്ങോട്ട് ഇപ്പേക്ക് ഡാ 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 എടിങ്ങോട്ട് നോക്കടാ. അമ്മ മൈൻഡ് ചെയ്യണില്ല ഗൈസ്. ഇവിടെ എല്ലാവരും കൂടി കോഴീനെ പിടിച്ച് കൂട്ടിലിടാനുള്ള സാഹസിക പ്രകടനങ്ങളിലാണ് ഗൈസ്. ചേട്ടൻ തന്നെ കോഴീനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓർഡർ ചെയ്ത് ചേട്ടൻ കോഴിയുടെ പുറകയിൽ. അപ്പോൾ ഇതായി നമുക്ക് കോഴീനെ പിടിച്ചു കൊണ്ടുവരുമോ എന്ന് നോക്കാം ഗൈസ്. അങ്ങനെ ആ കോഴിപ്പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജിംബ്രൂട്ടിനെ കൂട്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. അവനെ കളിക്കാനുള്ള ടൈമായി ഗൈസ്. ദാ അവനപ്പം കളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ദാ സന്ധ്യാനേരം ആയപ്പോഴത്തേക്കും കസിൻസ് എല്ലാവരും വന്ന് അങ്ങനെ ദാ ഞങ്ങൾ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അച്ഛനൊക്കെ അവിടെ നേരിട്ട് അമ്പലത്തിൽ വരാമെന്നാണ് പറഞ്ഞിരുന്ന. പകുതി കസിൻസ് അമ്പലത്തിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദാ ഞങ്ങൾ കാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ദാ പെരുവാര അമ്പലത്തിലാണ് ഉത്സവം പറവൂര്. അപ്പോൾ അതാ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കാറിൽ നിന്നൊക്കെ ഇറങ്ങി അതാ കണ്ണതാണ് അമ്പലം. അങ്ങനെ എല്ലാവരും പുറത്തിറങ്ങി ബാക്കിയുള്ളവരും കൂടി പാർക്കിംഗ് ഏരിയയിൽ നിന്ന് വരാനുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ എത്തിയതും ഈ ഒരു അടിപൊളി കാഴ്ചയാണ് കാണാൻ സാധിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ.
പിന്നെ ഇതാ ഒരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ദീപാലങ്കാര കാഴ്ച കാണാനുള്ള ഇതായിരുന്നു. എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ട് അടിപൊളി രസത്തിലായിരുന്നു അവരെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായ ഓരോ രൂപങ്ങൾ വെച്ചിട്ടായാലും അതിൻ്റെ പുറകിൽ ഫുള്ള് ദീപാലങ്കാരമൊക്കെ വെച്ചിട്ട് എല്ലാം അടിപൊളി വൈബിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം അമ്മയൊക്കെ എല്ലാവരും അമ്പലത്തിൻ്റെ ഉള്ളിൽ തൊഴാൻ പോയിട്ടുണ്ടായി. അവിടെ ശിവേലിയും നടക്കണ്ടായിരുന്നു. അപ്പം നമ്മ അവിടെ പുറത്തിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതാ എല്ലാവരും അമ്പലത്തിൽ നിന്ന് തൊഴുത് ശിവേലിയൊക്കെ കണ്ട് എല്ലാവരും പുറത്തിറങ്ങി ഇട്ടേണ്ടിന് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള നിപ്പാണി നിൽക്കുന്നത്. ചിറ്റപ്പനോട് ഹായൊക്കെ കട്ടാൻ പറഞ്ഞിട്ട് ചിറ്റപ്പൻ അവിടെ അങ്ങനെ തന്നെ ക്യാമറ നോക്കിക്കൊണ്ടിരിക്കണ്ടായി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അച്ഛൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അമ്പലത്തിൽ നിന്ന് എല്ലാവരും വന്നിട്ട് ഇരിപ്പൊക്കെയായി ഉള്ളോട്ട് കയറി. ഒരുത്തേക്കാണെങ്കിൽ ക്യാമറയുടെ മുന്നിൽ വരാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. ഇതങ്ങനെ പൊത്തി പിടിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് ഒരുത്തി. ഇനിയിപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വിശേഷങ്ങൾ പറഞ്ഞ് ഇരിപ്പായിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യും, മാങ്ങയൊക്കെ മുറിച്ച് കഴിക്കലായി എല്ലാവരും. ഞങ്ങൾ പിള്ളേരാണെങ്കിൽ അവിടെ ഫുള്ള് കളിയും നല്ല വൈബൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഡാൻസും കൂത്തൊക്കെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുള്ള് പാട്ടും ഡിജയും എല്ലാം ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം അടുത്ത വീഡിയോ ഇട്ട് വീണ്ടും വരുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പറയ് സൈനിങ് ഓഫ്. ടാറ്റാ ചേട്ടാ വാ ചേട്ടാ വാ. സൈനിങ് ഓഫ്. ടാറ്റാ.